ഹായ് എവ്രി വൺ. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ വ്ളോഗിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഏകദേശം ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനും എമ്മിയും പോയിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു നോർമൽ ടോപ്പും ഒരു ജീൻസും ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഒരുങ്ങാനൊന്നും നിന്നില്ല. എമ്മീനെ സമ്മർ ടൈം ആയതുകൊണ്ട് ഒരു ടീഷർട്ടും ട്രൗസേഴ്സും ഇടിച്ചിട്ടുണ്ടായിരുന്നു. എമ്മീനെ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരുക്കുന്നത്. അപ്പോൾ എമ്മി ഞാനും കട്ട വെയിറ്റിംഗ് ആണ് വാപ്പി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊരു ഫ്ലവർ ബൊക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മുടെ ബർത്ത്ഡേ ബോയ് ഇവിടെ എത്തിയിട്ടുണ്ട്. എമി ഭയങ്കര കരച്ചിലാണ്, ഓടി വരാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അജനെ വിളിച്ച് വരുത്തിയത്. പക്ഷേ അവനറിയാം ഞാൻ എന്തെങ്കിലും ഒപ്പിക്കുമോ എന്നുള്ളത്. പക്ഷേ ഇത്രയും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നമ്മുടെ ഗിഫ്റ്റൊക്കെ കൊടുത്തു. അപ്പോൾ ഫേസ്റ്റ് ഗിഫ്റ്റ് അൺറാപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ടീഷർട്ടും കണ്ടു, അവന് ഇഷ്ടമായി. ആ ഒരു കളർ ഷെയ്ഡ് ഇല്ലാത്തതുകൊണ്ട് അവന് ഇഷ്ടമായി. പക്ഷേ സെക്കൻഡ് ഗിഫ്റ്റ് അതൊട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തതാണ്. അതുകൊണ്ട് തന്നെ ആളിങ്ങനെ ചിന്തിക്കുകയാണ് ഇതെന്താണെന്നൊക്കെ. എമീനോടൊക്കെ ചോദിക്കുന്നുണ്ട് ഇതെന്താണെന്ന്. അപ്പോൾ കുറച്ചൊക്കെ തുറന്ന് നോക്കി, പക്ഷേ എങ്കിലും ആൾക്ക് കിട്ടുന്നില്ല എന്താണെന്നുള്ളത്. ഫൈനലി വാച്ചാണെന്നുള്ളത് മനസ്സിലായി. സത്യം പറഞ്ഞാൽ അജുവിൻ്റെ കാർട്ടിൽ അജു ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ അജു അറിയാണ്ട് എൻ്റെ ഫോണിലോട്ട് സെൻഡ് ചെയ്ത് അത് ഡിലീറ്റ് ഫോർ എവരിവണൊക്കെ അജുവിൻ്റെ ഫോണിൽ നിന്ന് കൊടുത്ത് ഞാൻ വാങ്ങിയിട്ടുള്ളതാണ്. അജു ഒട്ടും ചിന്തിച്ചില്ല ഇത് ഞാൻ വാങ്ങിക്കൊടുക്കും എന്നുള്ളത്. അപ്പോൾ കൊള്ളായിരുന്നു, നല്ല വാച്ചായിരുന്നു. അങ്ങനെ ഞാനൊരു പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നോർമൽ സേമിയ പായസം. പിന്നെ ഉച്ചയ്ക്ക് നല്ലൊരു അടിപൊളി ബിരിയാണി. അപ്പോൾ അത്രേ ഉള്ളൂ.